സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെവൻത്ത് സ്റ്റാൻഡേർഡിലെ മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആഡിങ് ആംഗിൾസ് ആണ്. സോ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആഡിങ് ആംഗിൾസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ അതിൽ നമുക്ക് കാണാം ജോയിനിങ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടാണ്. സോ ജോയിനിങ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു 30 ഡിഗ്രി ആയിട്ടുള്ള ഒരു ആംഗിൾ വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് ആംഗിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളെ കയ്യിലുണ്ടാവേണ്ടത്? ഒരു ആംഗിൾ വരയ്ക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വെച്ച് വരയ്ക്കാം, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരയ്ക്കാൻ നമ്മൾ ഏത് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്? 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സെറ്റ് സ്ക്വയർ വെച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം 2 ടൈപ്പ് സെറ്റ് സ്ക്വയർ ഉണ്ട് അല്ലേ. ഒന്ന് ഇങ്ങനെയും പിന്നൊന്ന് എങ്ങനെയാണ്, ഒന്ന് കുറച്ച് നീളം കൂടിയതും അല്ലേ. ഓക്കെ, സോ 2 ടൈപ്പ് സെറ്റ് സ്ക്വയേഴ്സാണ് നമ്മളെ കയ്യിലുണ്ടായിരുന്നത്. നമ്മൾ ജോമെട്രി ബോക്സിൽ 2 ടൈപ്പാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഓക്കെ, ഒന്ന് കുറച്ച് നീളം കൂടിയതും മറ്റേതെന്താണ്, കുറച്ച് ചെറുതും. ഓക്കെ, സോ ഇതിൻ്റെ ഒന്ന് എന്തായിരിക്കും, എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതും എത്ര തന്നെയാണ്? 90 ഡിഗ്രി. ചെറുതിൻ്റെ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 45 ആയിരിക്കും അല്ലേ. ചെറുതിൻ്റെ എപ്പോഴും 45 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇവിടെ ഇത് രണ്ടും എന്താണ്, 45 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി വലിയ സെറ്റ് സ്ക്വയർ ആയിരുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ ഭാഗത്ത് ഏറ്റവും ചെറിയ കോണ് എത്ര, അല്ലെങ്കിൽ ആംഗിൾ എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അതിന് നേരെ അപ്പോൾ ബാക്കി നമുക്കറിയാം അല്ലേ, ഒരു ത്രികോണത്തിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. സോ ഇവിടെ 90യും ഇത് 30 ആണെങ്കിൽ ഓൾറെഡി എത്രയായി? 120 ആയി. ബാക്കി വരുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ് അല്ലേ. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾസ് വരയ്ക്കാൻ പറ്റും. പ്രൊട്രാക്ടർ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുള്ളത്? ആംഗിൾസ് വരയ്ക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 2 ടൈപ്പ് സെറ്റ് സ്ക്വയർ അല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ 2 ടൈപ്പ് സെറ്റ് സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെ നമുക്ക് ഒരു മിനിറ്റ്, ഓക്കെ. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണെന്ത്, 90 ഡിഗ്രി. ഇതാണെന്ത്, 90 ഡിഗ്രി എന്ന് പറയുന്നത്. ഇത് രണ്ടും എത്ര തന്നെയാണ്? 45 ഡിഗ്രി. ഇതും എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഇത് കുറച്ചും കൂടി നീളം കൂടിയതാണ്. ഇതിൻ്റെ എത്രയാണ്? ഇത് എപ്പോഴും എത്ര തന്നെയാണ്? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇതെത്രയാണ്? ചെറിയ ഭാഗം 30 ഡിഗ്രിയാണ്. അതിന് ഓപ്പോസിറ്റായിട്ടുള്ളത് 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ 90 പ്ലസ് ഈ ആദ്യത്തേൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്ത്, 90 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി എത്രയായിരിക്കും? ഇത് 180 ഡിഗ്രിയാണ്. ഇനി ഇതിൻ്റെ നോക്കുകയാണെങ്കിലും 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി. ഇത് എത്ര തന്നെയാണ്? ഇതും എത്ര തന്നെയാണ്? 180 ഡിഗ്രി. സോ ഈ ഇതിൽ വരുന്ന ഏതൊരു കോണും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും അല്ലേ. അതേപോലെ നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് 2 സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കോണ് വരയ്ക്കുന്നതൊക്കെ, നിങ്ങൾ ആംഗിൾ വരയ്ക്കുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിങ്ങളോട് എന്ത് വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്? ഒരു 30 ഡിഗ്രി ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഒരു 30 ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്നത്? സോ ഇവിടെ നിങ്ങൾക്കൊരു പ്രൊട്രാക്ടർ കാണാം അല്ലേ. സോ ഈ പ്രൊട്രാക്ടറിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു 30 ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്നത്? അതായത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം വരയ്ക്കും. നിങ്ങളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ആ പ്രൊട്രാക്ടർ വയ്ക്കുകയും എന്നിട്ട് നിങ്ങൾ 30 ഡിഗ്രി എന്ന് പറയുന്നത്
നിങ്ങൾ ഇങ്ങനെയാണ്, അതായത് ഈ ഭാഗത്താണ് നമ്മൾ ഇങ്ങോട്ടേക്കാണ് കോണ് വരയ്ക്കുന്നതെങ്കിൽ, ഇങ്ങനെയാണ് കോണ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ മുതൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംഗിൾ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ഇങ്ങനെയാണ് കോണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ ഇവിടെയാണ് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആംഗിൾ മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു. നമുക്ക് പറഞ്ഞിരിക്കുന്നത് 30 ഡിഗ്രിയാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പം നമ്മളിവിടെ ഒരു പോയിൻ്റ് ഇട്ടു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, സ്കെയിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, സോ ഇത് എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ എത്രയായിരിക്കും, എപ്പോഴും 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, സോ 30 ഡിഗ്രി എങ്ങനെയാണ് വരയ്ക്കുകയെന്ന് പഠിച്ചു. നമ്മൾ ഈ ആംഗിൾ വരയ്ക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, പകരം അവർക്ക് എന്തും കൂടെ കൊടുക്കണം, ഈ പേരും കൂടെ കൊടുക്കണം. ആംഗിളിന് എന്ത് കൊടുക്കണം, പേരും കൂടെ കൊടുക്കണം. സോ ഈ ആംഗിളിൻ്റെ പേര്, എവിടെയാണോ നിങ്ങൾ ആംഗിൾ അടയാളപ്പെടുത്തുന്നത് അതിനെ എപ്പോഴും നമ്മൾ എവിടെ എഴുതണം, നടുക്ക് എഴുതണം. എവിടെ എഴുതണം, നടുക്ക് എഴുതണം. സോ എ ആയിരിക്കണം. ഇവിടെ 3 അക്ഷരം ലെറ്റേഴ്സ് ഉണ്ടല്ലോ അല്ലേ. അപ്പം നടുക്ക് വരുന്ന അക്ഷരം എപ്പോഴും ശ്രദ്ധിക്കുക. ഏത് ഭാഗത്താണോ നിങ്ങൾ ആംഗിൾ വരുന്നത് ആ ഭാഗത്തായിരിക്കണം എന്ത് വേണ്ടത്, ആ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ലെറ്റർ ആയിരിക്കണം എവിടെ വേണ്ടത്, നടുവിൽ വരേണ്ടത്. ഇത് രണ്ടും, ഈ സിയും എ ബിയും എവിടെ വേണമെങ്കിലും വന്നോട്ടെ, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നടുവിൽ, അതായത് എവിടെയാണോ ആംഗിൾ എഴുതിയിരിക്കുന്നത് ആ ആംഗിളിൽ എഴുതിയിരിക്കുന്ന ലെറ്റർ എവിടെ വരണം, മിഡിലായിട്ട് വരാൻ ശ്രമിക്കണം. സോ ആംഗിൾ CAB എന്ന് പറയുന്നത് എത്രയാണ്, 30 ഡിഗ്രിയാണ്. ഓക്കെ, ആംഗിൾ CAB എത്രയാണ്, 30 ഡിഗ്രിയാണ്. ഇനി അടുത്ത ഇവിടെ നോക്കിയേ, അടുത്താണേത്, ഡ്രോ അനദർ ആംഗിൾ ഓൺ ടോപ്പ് ലൈക്ക് ദിസ്. അപ്പോൾ നമ്മളിവിടെ 30 ഡിഗ്രിക്ക് ഒരു ആംഗിൾ വരച്ചു. അതാണ് ആംഗിൾ BAC എന്ന് പറയുന്നത്, BAC അല്ലെങ്കിൽ CAB എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, അടുത്ത ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നമുക്കിവിടെ നോക്കാം. സോ ഇവിടെ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ അല്ലേ. സോ നമുക്കിവിടെ എന്തുണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് അല്ലേ. സോ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്ത പ്രൊട്രാക്ടർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലാണ്, ഈ തന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലാണ് നമ്മൾ വയ്ക്കേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, 45 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യുക. എത്രയാണ്, 45 ഡിഗ്രി. അപ്പോൾ 45 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും, 30 + 45 75. ഓക്കെ, സോ ഏകദേശം ഇവിടെ ആയിരിക്കും നമ്മൾ പ്രൊട്രാക്ടർ വയ്ക്കുമ്പം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, അപ്പം അടുത്ത ലൈന് അങ്ങനെ വരയ്ക്കുക. ഓക്കെ, സോ നമ്മൾ എവിടെയാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്, ഈ ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പ്രൊട്രാക്ടർ അടുത്തതായിട്ട് വെക്കേണ്ടത്. ഈ ലൈനിൽ, ഈ സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊട്രാക്ടർ വെക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 45 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. 45 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയില്ലേ. സോ അത്രയേ ഉള്ളൂ ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. എന്ത്, നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ അടുത്തൊരു ആംഗിൾ വരയ്ക്കാൻ പറ്റുമോ. സോ ഒബ്വിയസ്ലി നമ്മൾ വരച്ചു എത്ര, 45 ഡിഗ്രി. സോ ഇവിടുത്തെ ആംഗിൾ എപ്പോഴും എന്താണ്, ഇവിടെ നോക്കിയാൽ DAC എന്ന പേരിലായിട്ടാണ് വന്നത്. ആംഗിൾ DAC എത്രയാണ്, 45 ഡിഗ്രി. എത്രയാണ്, 45 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ അടുത്ത ആംഗിളിൻ്റെ പേര്, 30 ഡിഗ്രിയുള്ള ആംഗിളിൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക, ആംഗിൾ CAB ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ടും A ആണല്ലേ വന്നിരിക്കുന്നത്. സോ ആംഗിൾ എവിടെയാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അവിടെയുള്ള ലെറ്ററാണ് നമ്മൾ എവിടെ ചെയ്യേണ്ടത്, മിഡിലായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. സോ അപ്പോൾ ഇവിടെ നോക്കിയേ, ഹൗ മെനി ആംഗിൾസ് അറ്റ് A നൗ. അപ്പം എയിൽ ഇപ്പോൾ എത്ര ആംഗിൾസ് ഉണ്ടെന്നാണ് ചോദ്യം. എയിൽ എത്ര ആംഗിൾസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ചോദ്യം. ആംഗിൾസ് എത്ര എണ്ണം ഉണ്ട്,
രണ്ട് ആംഗിൾ ഉണ്ട് അല്ലേ? ഹൗ മെനി ആംഗിൾസ് അറ്റ് എ നൗ? എയിൽ എത്ര ആംഗിൾസ് ഉണ്ട്? രണ്ടെണ്ണം. എത്ര എണ്ണം ഉള്ളത്? രണ്ടെണ്ണം. സോ ആംഗിൾ സി എ ബി എന്നാണ് ചോദിച്ചത്. ഏതാണ്? സി എ ബി എത്രയാണ്? 30 ഡിഗ്രിയാണ്. ആംഗിൾ സി എ ബി എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇനി അടുത്തത് ആംഗിൾ ഡി എ സി എത്രയാണെന്നാണ് ചോദിച്ചത്. എത്രയാണ്? 45 ഡിഗ്രി. എത്രയാണ്? 45 ഡിഗ്രി. ഓക്കെ. ഡു യു സീ വൺ മോർ ലാർജ് ആംഗിൾ? അപ്പം നമുക്കിവിടെ രണ്ട് ആംഗിൾ നമുക്ക് കിട്ടിയില്ലേ? ഒന്ന് ഡി എ സി ആണ്, ഒന്ന് ഡി എ ബി ആണ്, സി എ ബി ആണ് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ആംഗിൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ആ ആംഗിൾ ഏതാണ്? ഡി എ ബി എന്ന് പറയുന്ന ഒരു വലിയ ആംഗിൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത്രയും വരുന്ന ഒരു വലിയ ആംഗിൾ കാണാൻ പറ്റുമല്ലോ. സോ ഇതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ ആംഗിൾ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ആംഗിളും കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി അത് എത്രയാണ്? 75 ഡിഗ്രി അല്ലേ? 75 ഡിഗ്രി ആയിരിക്കും. സോ ഡു യു സീ വൺ മോർ ലാർജ് ആംഗിൾ? അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയൊരു ആംഗിൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് എത്രയാണെന്നാണ് ചോദ്യം. അതായത് ഡി എ ബി എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 75 ഡിഗ്രി ആയിരിക്കും. സോ ഹൗ ഡിഡ് യു കമ്പ്യൂട്ട് ഇറ്റ്? അതായത് നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി 75 ഡിഗ്രി അല്ലേ? ഈസി അല്ലേ? സോ ഇനി ഇവിടെ നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ തേർഡ് ആംഗിൾ ആസ് എ സം ഓർ ഡിഫറൻസ് ആൻഡ് കമ്പ്യൂട്ട് ഇറ്റ്സ് മെഷർ. റൈറ്റ് ദി തേർഡ് ആംഗിൾ ആസ് എ സം ഓർ ഡിഫറൻസ് ആൻഡ് കമ്പ്യൂട്ട് ഇറ്റ്സ് മെഷർ. ഓക്കെ. സോ ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട് ആംഗിൾ ഉണ്ട് അല്ലേ? ഇവിടെ ഏതൊക്കെ ആംഗിളാണ് ഉള്ളതെന്ന് പറഞ്ഞു നോക്കിയേ. ഒന്നാമത്തെ ആംഗിൾ ഏതാണ്? ആംഗിൾ ഡി എ സി അല്ലേ? ആംഗിൾ ഡി എ സി. അടുത്ത രണ്ടാമത്തെ ആംഗിൾ ഏതാണ്? രണ്ടാമത്തെ ആംഗിൾ സി എ ബി അല്ലേ? രണ്ടാമത്തെ ആംഗിൾ സി എ ബി. മൂന്നാമത്തെ ആംഗിൾ ഏതാണ്? ഏറ്റവും വലുത് അല്ലേ? ഏറ്റവും വലിയ ആംഗിളാണ് ഡി എ ബി. അപ്പം മൂന്നാമത്തെ ആംഗിൾ ഡി എ ബി ആണ് വരുന്നത്. സോ ഡി എ സി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്? 40 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ സി എ ബി എത്ര ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്? 60 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി അല്ലേ? 100 ഡിഗ്രി ആയിരിക്കും. അത്രയേ ഉള്ളൂ ഇവിടെയും ചോദിച്ചത്. ആംഗിൾ ഡി എ ബി എത്രയായിരിക്കും? നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ. 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യത്തിൽ ഇവിടെ എത്ര ആംഗിൾ ഉണ്ടെന്ന് നോക്കിയേ. ഇവിടെ 3 ആംഗിൾ ഉണ്ട് അല്ലേ? ഒന്ന് ഡി എ സി, ആംഗിൾ ഡി എ സി അതെത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ സി എ ബി എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി ഏറ്റവും വലിയ ആംഗിൾ ഡി എ ബി അതെത്രയായിരിക്കും? 30 പ്ലസ് 60 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പം നമുക്കതോടെ എഴുതാം. ആംഗിൾ ഡി എ ബി ഏറ്റവും വലുത് ഡി എ ബി 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി എത്രയാണ് നമുക്ക് കിട്ടിയത്? 90 ഡിഗ്രി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ കഴിഞ്ഞതിൽ തന്നതുപോലെ ഈ ആംഗിൾ എത്രയാണെന്ന് തന്നിട്ടില്ല. ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. എന്നാൽ ഈ ആംഗിൾ തന്നിട്ടുണ്ട്. അതായത് ആംഗിൾ ഡി എ സി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ ആംഗിളായിട്ടുള്ള ഡി എ ബി അതായത് ഇത്രയും അല്ലേ? ഇത്രയും എന്തായിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ ഡി എ ബി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 80 ഡിഗ്രി. അപ്പോൾ നമുക്കൊരു വലിയ ആംഗിളും തന്നിട്ടുണ്ട്,
അതിലെ ഒരു ചെറിയ ആംഗിളും തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഈ ആംഗിളും കൂടെ പ്ലസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ വലിയ ആംഗിൾ കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളതിൽ വലിയ ആംഗിൾ ഉള്ളപ്പം നമ്മൾ ചെറിയ ആംഗിൾ കിട്ടാൻ വലുതിൽ നിന്ന് ആ ഒരു ആംഗിൾ കുറച്ചാൽ പോരെ. സോ ആംഗിൾ CAB എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി. അപ്പം നമുക്ക് എത്ര കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ CAB എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആംഗിൾ CAB എത്രയാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? 80 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി, അതായത് 30 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ ഇത് നിങ്ങൾ സ്വയം ചെയ്തേ. നമുക്കിവിടെ ഏതൊക്കെ ആംഗിൾ തന്നിട്ടുണ്ടെന്ന് ആദ്യം എന്ത് ചെയ്യുക? എടുത്തെഴുതുക. ആംഗിൾ CAB തന്നിട്ടുണ്ടല്ലോ. ആംഗിൾ CAB എത്രയാണ് തന്നിരിക്കുന്നത്? 45 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഇനി വലിയ ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആംഗിൾ DAB എത്രയാണത്? 120 ഡിഗ്രിയാണ് തന്നത്. എന്നാൽ തരാത്ത ആംഗിൾ ഏതാണ്? ആംഗിൾ DAC തന്നിട്ടില്ല. അപ്പം വലുത് തന്നിട്ടുണ്ടെങ്കിൽ ചെറുത് കാണാൻ എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ഒരു ചെറിയതിന് എന്ത് ചെയ്താൽ മതി? നമുക്ക് കുറച്ചാൽ മതി. അപ്പം 120 മൈനസ് 40 എത്രയാണ് വരിക? 80 ഡിഗ്രി. 45 ആണല്ലേ, 45 ആണ് വരുന്നത്. അപ്പോൾ 120 ഡിഗ്രി മൈനസ് 45 എത്രയാണ് വരിക? 75 ആണ് വരിക. എത്രയാണ് വരിക? 75 അല്ലേ, 75 ഡിഗ്രി. സോ ഇവിടെ 120 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി. സോ ഇവിടെ എത്രയാണ്? 75 ഡിഗ്രി. ഓക്കെ.